നോമ്പുകാല ധ്യാന ചിന്തയിൽ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ധ്യാന ചിന്ത ആരംഭിക്കുന്നത് കാനാവിലെ കല്യാണ വീട്ടിൽ നിന്നുമാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്ത തുളുമ്പുന്ന കൽത്തൊട്ടികൾ. രൂപപ്പെടുത്തുന്നവനും രൂപാന്തരപ്പെടുത്തുന്നവനുമാണ് ക്രിസ്തു. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്ന യഹോവയായ ദൈവം സൃഷ്ടാവിൻ്റെ ശബ്ദം സൃഷ്ടിക്ക് രൂപം കൊടുക്കുന്നു. മറിയത്തിൽ ഉരുവായതും ഈ വചനം തന്നെ. ഈ വചനം ശുദ്ധീകരിക്കുന്നു, രൂപാന്തരപ്പെടുത്തുന്നു. കാൽ കഴുകലിനുള്ള കൽത്തൊട്ടികളെ അവൻ വീഞ്ഞു പാത്രമാക്കുന്നു. ലജ്ജിക്കേണ്ടിയിരുന്ന വീട്ടുടമസ്ഥന്റെ തലയെ അവൻ ഉയർത്തുന്നു. നിരന്തര വചനശ്രവണം നമ്മുടെ രൂപാന്തരത്തിന് ഇടയാകണം. ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ ഉയർച്ചയ്ക്ക് നിദാനമാകും. വൈദിക പഠനത്തിൽ നിന്നും പിന്തിരിയുവാൻ തീരുമാനിച്ച ശിഷ്യനോട് ഗുരു കാരണം തിരക്കി. അവൻ പറഞ്ഞു, കുറെ പഠനം നടത്തി രൂപാന്തരം കിട്ടുന്നില്ല. മൂലയിലിരിക്കുന്ന 2 ചെമ്പ് പാത്രങ്ങളിൽ ചൂണ്ടി ഗുരു അതിലൊന്ന് കഴുകിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഗുരു പറഞ്ഞു, 2 പാത്രങ്ങളും ഹാജരാക്കുക. ഏത് പാത്രമാണ് കൂടുതൽ തിളങ്ങുന്നത്? സംശയമെന്ത്, കഴുകിയ പാത്രം തന്നെ. ശിഷ്യൻ പറഞ്ഞു, രൂപാന്തരപ്പെടണമെങ്കിൽ വചനത്താൽ കഴുകപ്പെടണം. ഗുരു കൂട്ടിച്ചേർത്തു, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉന്മയെ ഉണർത്താൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിക്കണം. അവിടെ ഒഴിഞ്ഞ ജീവിതങ്ങൾ തുളുമ്പുന്നു, കുനിഞ്ഞ ശിരസ്സുകൾ ഉയർത്തപ്പെടുന്നു. നോമ്പിന്റെ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യം നമുക്ക് സ്വാഗതം ചെയ്യാം. ഒഴിഞ്ഞ അവസ്ഥയിലാണെങ്കിലും സാധ്യതകൾ ഇനി ഒന്നുമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും സാധ്യതകളുടെ പുതിയ ഉറവകളെ തുറക്കുന്നവനാണ് ക്രിസ്തു. ക്രിസ്തു നിറച്ചാൽ അതിനൊരു പൂർണ്ണതയുണ്ടാകും. വളരെ ശ്രദ്ധയോടെ പാലിച്ചു പോകേണ്ട ജീവിതക്രമങ്ങളിൽ നിന്ന് നാം എത്രമാത്രം അകലത്തിലാണ്. ദൈവത്തിന്റെ ധാരാളമായ കൃപയും സഹായവും ലഭിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള ജീവിത ക്രമീകരണങ്ങൾ ഒരുക്കുവാനും അതിൽ വിശ്വസ്തത പാലിക്കുവാനും സാധിക്കുകയും. സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിനു ശേഷം അല്പസമയം ധ്യാനിക്കുക. ദൈവമേ, വചനത്തിന്റെ വെളിച്ചത്തിൽ നിരന്തരം എന്നെ ശുദ്ധീകരിക്കുന്ന ദൈവകൃപയെ ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ഏറ്റവും വിലപ്പെട്ടതിനെ നൽകി അതിലേറെ വിലപ്പെട്ടത് തിരികെ കിട്ടുന്നതാണ് അനുഗ്രഹമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അരുതാത്തതിനോട് അകലം പാലിക്കാൻ എൻ്റെ മനസ്സിനെ ബലപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമൃദ്ധിയുടെ നാഥ, ഒഴിഞ്ഞ കൽപാത്രങ്ങളായ ഞങ്ങളുടെ ജീവിതങ്ങളെ കൃപയുടെ തുളുമ്പുന്ന വീഞ്ഞു ഭരണികളായി അങ്ങ് തീർക്കണമേ. ആമേ. ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിരവധി പാപസ്വഭാവങ്ങളുടെ ഉടമയാണല്ലോ മനുഷ്യർ. ഇന്നത്തെ ധ്യാനത്തിലൂടെ ഈ പാപസ്വഭാവങ്ങളിൽ ഏതൊക്കെ നിങ്ങൾക്ക് ഉപേക്ഷിക്കുവാനാകും? എനിക്കുറപ്പുണ്ട് നിങ്ങൾക്കതിനാകുമെന്ന്. നിങ്ങൾക്കായില്ലെങ്കിൽ മറ്റാർക്കാണ് അതിനാവുക? 1-ാം ദിവസത്തെ ധ്യാനത്തിന് ശേഷമുള്ള
നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും പുതിയ മുഖങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ കുരിശിനെ മനസ്സിൽ ധ്യാനിക്കുക.